Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ റവല്യൂഷണറി ആർമിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് കാണിക്കുകയാണ്. അവിടെയാണെങ്കിൽ സോൾജിയേഴ്സ് എല്ലാവരും ഓരോ ഭാഗത്തേക്ക് ഓടും. അവരാണെങ്കിൽ ആരോടൊക്കെയോ കാര്യമായിട്ട് എന്തൊക്കെയോ ചില ഇൻഫർമേഷൻസ് അവിടേക്കും ഇവിടേക്കും പാസ് ചെയ്യുകയാണ്. സത്യത്തിൽ റവല്യൂഷണറി ആർമിയിലെ ഒരു ടീമാണെങ്കിൽ ടുമി എന്ന് പേരുള്ള ഒരു ഐലാൻഡിലെ പ്രോബ്ലം അത് സോൾവ് ചെയ്യാനായി അവിടേക്ക് പോയി. പക്ഷെ ഓൾമോസ്റ്റ് ഇപ്പോൾ അവര് ആ ഒരു ഐലാൻഡിലുള്ളവരുമായിട്ട് ഫെയിൽ ആവുന്ന അവസ്ഥയിലാണുള്ളത്. സോ അവരാണെങ്കിൽ മടിച്ചു നിൽക്കാതെ എത്രയും വേഗം ഡ്രാഗനെയും ഇവാക്കോയെയും കോണ്ടാക്ട് ചെയ്ത് ആ കാര്യം പറയാണ്. എത്രയും വേഗം ആ ടുമി ഐലാൻഡിലേക്ക് പോയി നമ്മുടെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണം. അതല്ല എങ്കിൽ നമ്മുടെ ആൾക്കാരെല്ലാവരും തോറ്റുപോകാനും അവിടെ പെട്ടുപോകാനും സാധ്യത വളരെ കൂടുതലാണ്. അതിന് ഡ്രാഗണും ഇവാക്കോയും അവർ പരസ്പരം നോക്കും. കാരണം ഓൾറെഡി അവർ വലിയൊരു മിഷൻ ഏറ്റെടുത്ത് അവർക്ക് പറ്റിയ ഒരുപാട് ആൾക്കാരുമായിട്ട് ഇപ്പൊ തിരികെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അടുത്തും ഇപ്പൊ സോൾജിയേഴ്സ് വളരെ കുറവാണ്. സോ അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ അവിടേക്ക് പോകാൻ കഴിയില്ല. ആ കാര്യം ഇപ്പോൾ ഓപ്പോസിറ്റ് ഉള്ളവരെ അറിയിക്കും. ഇവിടെ കൂമയാണെങ്കിൽ ആ കാര്യം അറിഞ്ഞ ടെൻഷൻ ആവുകയാണ്. കൂമ ഇവാക്കയോട് പറയും, നിങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അവിടേക്ക് പോവാം. ജിനി അവളെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്, എത്രയും വേഗം അവളെ നമുക്ക് തിരികെ പിടിക്കണമെന്ന് പറയും. ഇവാക്കോ ആണെങ്കിൽ അത് തടയും. പക്ഷേ ഭൂമി അത് കേൾക്കാൻ തയ്യാറാവാതെ അവന്റെ കൈ ചുരുട്ടി അവന്റെ ദേഹത്ത് തന്നെ അടിച്ച് അങ്ങനെ ഫ്ലൈ ചെയ്ത് പോവാണ്. ഇവാക്കോ അവനെ പിടിക്കാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും കൂമയാണെങ്കിൽ ആ ടുമി ഐലാൻഡിലേക്ക് എത്തുകയാണ്. അവൻ അവിടെ എത്തി അവന്റെ സോൾജിയേഴ്സിനോട് അവിടെ എന്താ നടക്കണേന്ന് ചോദിക്കും. അതിനവര് പറയും, കാര്യങ്ങളെല്ലാം നമ്മുടെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സെലസ്റ്റിയൽ ഡ്രാഗൺസ് അവരിവിടേക്ക് വന്ന് ഞങ്ങളെ അറ്റാക്ക് ചെയ്തു. ജിനിയെ അവളെ തട്ടിക്കൊണ്ടുപോയത് സെലസ്റ്റിയൽ ഡ്രാഗൺസ് ആണ്. എത്രയും വേഗം അവളെ രക്ഷിക്കണം. കൂമയ്ക്കാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. കാരണം കൂമയ്ക്ക് ജിനയെ അത്രത്തോളം ഇഷ്ടമാണ്. അവനാണെങ്കിൽ കലി കയറി അവന്റെ ഫുൾ പവർ റിലീസ് ചെയ്ത് ഒരൊറ്റ അടി. ആ ഒരു അടിയിൽ അവിടെ ഉണ്ടായിരുന്ന നേവിക്കാർക്കും സെലസ്റ്റിയൽ ഡ്രാഗൺസിനും വലിയൊരു ഇമ്പാക്റ്റ് ഏറ്റ് അവരങ്ങനെ പരാജയപ്പെടുകയാണ്. 3 വർഷമായിട്ട് നീണ്ടു നിൽക്കുന്ന വലിയൊരു യുദ്ധമാണ് ഇപ്പൊ നമ്മുടെ കൂമ ഒറ്റയടിക്ക് അവസാനിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ജനങ്ങളെല്ലാവരും കൂമയുടെ പേരൊക്കെ വിളിച്ച് അങ്ങനെ cheer ചെയ്യുകയാണ്. കൂമയ്ക്കാണെങ്കിൽ ജിനിയെ കണ്ടെത്താൻ കഴിയാത്തതിൽ ഒരുപാട് വിഷമം. കയ്യിൽ ചോര തുളുമ്പി അവനങ്ങനെ ടെററായിട്ട് നിൽക്കും. അതിനുശേഷം ഡ്രാഗനെ കോണ്ടാക്ട് ചെയ്ത് ഇവിടുത്തെ മിഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തു, എത്രയും വേഗം ഞങ്ങൾ തിരികെ എത്തുമെന്ന് പറയും. ഡ്രാഗൺ ആണെങ്കിൽ കൂമയുടെ വിഷമം നന്നായിട്ട് അറിയാം. കാരണം കൂമയ്ക്കും അവൾ ഒത്തിരി ഇഷ്ടമാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത 2 വർഷത്തിന് ശേഷം ഇപ്പോൾ ഒരു കപ്പലിൽ ഒരു പെൺകുട്ടിയും അവളുടെ കയ്യിൽ ഒരു ചെറിയ കുട്ടിയും രണ്ടുപേരും ആ വുഡി ഐലാൻഡ് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് കൂമ അവനാണെങ്കിൽ ഇപ്പോഴും അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ജിനിയെ കുറിച്ച് ആലോചിച്ച് കടപ്പെട്ട് തല താഴ്ത്തിയിരിക്കുകയാണ്. അപ്പോഴായിരിക്കും അവൻ്റെ ഒരു അസിസ്റ്റന്റ് അവിടേക്ക് വന്ന് അവനോട് പറയുക, എത്രയും വേഗം നീ ക്വാർട്ടേഴ്സിലേക്ക് വരണം, ജിനി ജീവിച്ചിരിപ്പുണ്ട്, അവൾ നമ്മളെ കോണ്ടാക്ട് ചെയ്തിരിക്കുകയാണ്. അത് കേട്ട് കൂമയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. കൂമയാണെങ്കിൽ ഓടി വന്ന് ആ കോൾ അറ്റൻഡ് ചെയ്യും. ഓപ്പോസിറ്റ് സൈഡ് അവള് ഇപ്പൊ കൂമയോട് പറയും, എന്നെ ആ സെലസ്റ്റിയൽ ഡ്രാഗൺസ് അവിടുന്ന് പറഞ്ഞയച്ചു. എന്റെ ബോഡിയിൽ വലിയൊരു സ്കിൻ ഡിസീസ് അഫക്റ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ അവർക്ക് എന്നെ ആവശ്യമില്ല. കൂമയാണെങ്കിൽ അവളോട് കെഞ്ചും, നീ എവിടെയാണെന്ന് പറയും, ഞങ്ങൾ എത്രയും വേഗം അവിടേക്ക് വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവരാം. അതിനവൾ തീർത്തു പറയും, നിങ്ങൾ ആരെയും എനിക്കിനി കാണണ്ട, ഇത് ഗുഡ് ബൈ പറയാനുള്ള സമയമാണ്. കൂമയ്ക്കാണെങ്കിൽ അത് കേട്ട് ഒരുപാട് വിഷമം തോന്നും. പക്ഷെ അവൻ നന്നായിട്ട് അറിയാം അവൾ പോകാനുള്ള. പക്ഷെ കൂമയ്ക്കാണെങ്കിൽ നന്നായിട്ട് അറിയാം അവർ ഒരുപാട് കാലം ഹാപ്പി ആയിട്ട് ജീവിച്ച ആ ഒരു ചർച്ച് അവിടേക്ക് തന്നെയായിരിക്കും. കൂമയാണെങ്കിൽ ജ്വല്ലറി പോണി എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് പോലും കേൾക്കാൻ തയ്യാറാവാതെ ആ കോൾ അവിടെ ഡിസ്കണ്ടിന്യൂ ചെയ്ത് അവന്റെ ബോഡിയിൽ ആഞ്ഞടിച്ച് ആ ചർച്ചിലേക്ക് വരികയാണ്. പക്ഷെ അവൻ വരുമ്പോഴേക്കും അവൾ മരിച്ചിരിക്കും. ആ എൽഡേഴ്സ് ആണെങ്കിൽ കൂമയോട് പറയും, അവളുടെ ബോഡിയിൽ എന്തോ ഒരു പ്രത്യേകതരം സ്കിൻ ഡിസീസ് ഉണ്ട്. അവള് സൂര്യനെ കണ്ട ഉടൻ തന്നെ കോൺഷ്യസ് ആയി മരണപ്പെട്ടു എന്ന് പറയും. അവൻ ഒരുപാട് വിഷമത്തിൽ അവളെ താങ്ങിയെടുത്ത് കരയാനായിട്ട് തുടങ്ങും. അപ്പോഴായിരിക്കും മറ്റൊരു കുഞ്ഞിന്റെ ശബ്ദം അവൻ കേൾക്കുക. അവന് മനസ്സിലാവും അത് ജിനിയുടെയും കൂമയുടെയും മകളാണെന്ന്. സോ അവൾ അങ്ങനെ കയ്യിൽ താങ്ങിയെടുത്ത് ജിനിയെ ഒരു കല്ലറയിൽ അടക്കം ചെയ്ത് അവൾക്ക് ആവശ്യമായിട്ടുള്ള പ്രയാസമെല്ലാം അവൻ ചെയ്തു കൊടുക്കും. കൂമയുടെ കയ്യിൽ അവൻ്റെ കുഞ്ഞ് വളരെ ചെറുതാണ്. കൂമയ്ക്കാണെങ്കിൽ ഒരു കുഞ്ഞിനെ എങ്ങനെ വളർത്തിയെടുക്കണമെന്ന് കറക്റ്റായിട്ട് അറിയില്ല. ഉടനെ അപ്പാപ്പന്മാരെല്ലാവരും കൂമയുടെ കൂടെ കൂടി അവൻ ആവശ്യമുള്ള സഹായങ്ങൾ എല്ലാം തന്നെ ചെയ്തു കൊടുക്കും. കൂമയാണെങ്കിൽ ഇനി അവന് ലോകത്ത് അവശേഷിക്കുന്ന ഒരേ ഒരാൾ അവൻ്റെ കുഞ്ഞ് മാത്രമാണ്. സോ അവൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സന്തോഷങ്ങളും അങ്ങനെ എല്ലാം അവൾക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും. മാത്രമല്ല അവനിപ്പോൾ ആ റവല്യൂഷണറി ആർമിയുടെ ഒരു മെയിൻ കമാൻഡറാണ്. അതുകൊണ്ട് തന്നെ റവല്യൂഷണറി ആർമിയായിട്ട് റിലേറ്റ് ചെയ്ത് മിഷൻസ് വരുമ്പോൾ കുഞ്ഞിനെ ആ എൽഡേഴ്സിന്റെ കയ്യിൽ ഏൽപ്പിച്ച് അവൻ മിഷൻസിന് പോവും. മിഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വളരെ വേഗം തിരികെ എത്തി കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നോക്കി ഒരു നല്ല പപ്പയായിട്ട് അവളോടൊപ്പം ഹാപ്പി ആയിട്ട് ജീവിക്കും. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ജ്വല്ലറി പെണ്ണ് അവൾ കൂർക്കം വലിച്ചുറങ്ങുമ്പോഴായിരിക്കും അവൾക്ക് എന്തോ ഒരു ചേഞ്ച് അവളുടെ ബോഡിയിൽ അനുഭവപ്പെടുക. അവൾ പതിയെ എഴുന്നേറ്റ്
കണ്ണാടിയുടെ മുൻപിൽ നിന്ന് അവളുടെ ഫേസ് ഒന്ന് ശ്രദ്ധിക്കും. അവളുടെ അമ്മ ജിനിയുടെ മുഖത്ത് വന്ന അതുപോലെ തന്നെയുള്ള ഒരു സ്റ്റോൺ അതിപ്പോൾ അവളുടെ ഫേസിൽ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. അവൾക്കാണെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാവില്ല. അമ്മയാണെങ്കിൽ മിഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ അവളുടെ അടുത്തേക്ക് വരും. അവനാണെങ്കിൽ അവളുടെ മുഖത്ത് ആ സ്റ്റോൺ കാണുകയാണ്. പ്രത്യേകിച്ച് ഭാവവ്യത്യാസം ഒന്നും കാണിക്കാതെ എൽഡർ പെണ്ണിനെ സമാധാനിപ്പിച്ച് ഒരു ഭാഗത്തിരുത്തി. അവനാണെങ്കിൽ ഇപ്പൊ ഞൊട്ടിയിടയിൽ ആ ചർച്ചിലുണ്ടായിരുന്ന ഡോസ് വിൻഡോസ് അതെല്ലാം തന്നെ സൂര്യപ്രകാശം അകത്തേക്ക് കയറാത്ത വിധത്തിൽ മരക്കട്ടകളൊക്കെ വെച്ച് അങ്ങനെ അടക്കിയാണ്. അവന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ കാര്യം തിരക്കും. അതിനവൻ അവളുടെ മുഖത്തുള്ള സ്റ്റോൺ കാണിച്ചു കൊടുക്കും. അവർ ആ സ്റ്റോൺ കണ്ട് ഞെട്ടുകയാണ്. ഓ നോ, ഈ സ്റ്റോൺ ഡിസീസ് അത് കാരണമല്ലേ നിന്റെ വൈഫ് ജിനി അവൾ കൊല്ലപ്പെട്ടത്, അവൾ മരണപ്പെട്ടത്. സോ ഇത് ഇവൾക്കും വന്നാൽ തീർച്ചയായിട്ടും ഇവളുടെ ലൈഫും അപകടത്തിലാവും. ഒരു കാരണവശാലും ഇവള് സൺലൈറ്റ് കാണാൻ പാടില്ല. ഭൂമിക്കാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് അവന്റെ ടെൻഷൻ 10 മടങ്ങാവും. അവന്റെ ഫ്രണ്ട്സ് അവനെ സമാധാനിപ്പിച്ച് ഒരുപാട് ഡോക്ടേഴ്സിനെ അവിടേക്ക് കൊണ്ടുവരും. ഓരോരോ ഡോക്ടേഴ്സ് ആണെങ്കിൽ അവിടേക്ക് വന്ന് അവളെ ചെക്ക് ചെയ്യും. പക്ഷെ അവർക്ക് ആർക്കും തന്നെ ആ അസുഖം എന്താണെന്നോ അതിന്റെ കോസ് എന്താണെന്നോ അതെങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നോ അറിയില്ല. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും പരാജയപ്പെട്ട് നിസ്സഹായരായി അവിടുന്ന് കടന്നുപോകും. കൂമയ്ക്കാണെങ്കിൽ ഓരോ ദിവസം കഴിയുന്തോറും അവന്റെ വിഷമവും പേടിയും എല്ലാം കൂടി വരും. കൂമയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഡ്രാഗണെയും ഇവാക്കോയെ അറിയിക്കുകയാണ്. ഇനി എനിക്ക് ഈ ഒരു യൂണിറ്റിൽ തുടരാനായിട്ട് കഴിയില്ല. എൻ്റെ മകൾക്കിപ്പോൾ എൻ്റെ സഹായം ആവശ്യമാണ്. അതുകൊണ്ട് റെവല്യൂഷണറി ആർമിയിൽ നിന്ന് ഞാൻ റിസൈൻ ചെയ്യുകയാണ്. ഡ്രാഗൺ ആണെങ്കിൽ അത് കേട്ട് അവൻ്റെ കൈ പിടിച്ച് പറയും, നീ എടുത്ത തീരുമാനം 100% ശരിയാണ്. നിനക്ക് വേണ്ടി ലോകത്തെമ്പാടുള്ള ഡോക്ടേഴ്സിനെ ഞങ്ങൾ അവിടേക്ക് എത്തിച്ചു തരും. ജിനിയെപ്പോലെ ഒരിക്കലും അവളെ നമ്മൾ മരണത്തിലേക്ക് വിട്ടുകൊടുക്കില്ല എന്ന് പറയും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ആ ചർച്ച കാണിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ എൽഡർ പെണ്ണിന് 5 വയസ്സായിരിക്കുകയാണ്. ചുറ്റുമുള്ള പെൺകുട്ടികളെല്ലാം അവളെ കളിയാക്കുകയും അവൾ ആ ചർച്ചിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് അവളെ ടീസ് ചെയ്യുകയും ചെയ്യും. പക്ഷെ അവളാണെങ്കിൽ തീർത്തു പറയും, ഒരു കാരണവശാലും എൻ്റെ പപ്പയ്ക്ക് ഇഷ്ടമല്ലാതെ ഞാൻ പുറത്തേക്ക് വരില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ കളിയാക്കിയാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവളാണെങ്കിൽ അവരെ എല്ലാവരെയും ചവിട്ടി പുറത്താക്കും. ഭൂമയാണെങ്കിൽ അവളെ സമാധാനിപ്പിച്ച് അവളോട് ചോദിക്കും, നിനക്ക് പുറത്തു പോകാൻ കഴിയുന്ന കാലത്ത് നിനക്ക് എവിടെ പോകാനാണ് ഏറ്റവും ആഗ്രഹം? അതിന് അവൾ പറയും, എനിക്ക് ആ സ്കൈ ഐലാൻഡിൽ പോകണം. ആ ഐലാൻഡിനെ കുറിച്ച് എല്ലാവരും മിത്താണെന്നാണ് പറയുന്നത്. പക്ഷെ ബുക്കിൽ ഞാൻ ഐലാൻഡിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഐലാൻഡ് അത് ശരിക്കും ഉണ്ട്. അവിടെ പോവുകയാണെങ്കിൽ എനിക്ക് നിക്കയെ കാണാൻ പറ്റും. ഭൂമിക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര അത്ഭുതം. കാരണം ചെറുപ്പത്തിൽ അവനും നിക്കയെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. അവന്റെ പപ്പ നിക്കയെ കുറിച്ച് അവനോട് പറഞ്ഞിട്ടുണ്ട്. ഉടനെ കൂമയാണെങ്കിൽ അവൻ്റെ പപ്പ പാടിക്കൊടുക്കാറുണ്ടായിരുന്ന ആ പാട്ട് അത് പാടി ഡാൻസ് കളിക്കും. അതിനുശേഷം അവൾ പറയും, എനിക്ക് ഇതിനെല്ലാം ശേഷം പോവേണ്ട ഐലാൻഡ് ആ ഫിഷ്മാൻ ഐലാൻഡാണ്. അങ്ങനെയാണെങ്കിൽ അതിശയത്തോടു കൂടെ അവൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് നിൽക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ദിവസങ്ങൾക്ക് ശേഷം ഒരു ഡോക്ടർ അവളുടെ ബോഡിയിലുള്ള സ്കിൻ ഡിസീസ് അതെന്താണെന്ന് കണ്ടെത്തും. ഇത് റെയർ സ്കിൻ ഡിസീസ് ആണ്. റീസെന്റ് ആയിട്ട് ഒരുപാട് പേരിൽ ഈ സ്കിൻ ഡിസീസ് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊരു ഇൻക്വയറബിൾ സ്കിൻ ഡിസീസാണ്. അതുകൊണ്ട് തന്നെ ഇത് പരിഹരിക്കാനായിട്ട് കഴിയില്ല. സൺലൈറ്റ്, മൂൺലൈറ്റ്, എന്തിന് സാധാരണ ഒരു ലൈറ്റ് പോലും അടിച്ച ആ സ്റ്റോണുകൾ അത് ഇരട്ടിയായി വർദ്ധിച്ച് അവൾ പെട്ടെന്ന് തന്നെ മരണപ്പെടും. ഇനി ലൈറ്റ്സ് ഒന്നും അടിക്കാതെ ഈ ഇരുട്ടറയിൽ അവളെ സൂക്ഷിച്ചാലും ആ സ്റ്റോണുകൾ പതിയെ പതിയെ വളർന്ന് 5 വർഷത്തിനുള്ളിൽ അവൾ മരിക്കുമെന്ന് പറയും. അത് കേട്ട് കൂമ പൊട്ടിക്കരയാണ്. ലോങ് ഷോട്ടിലായിട്ട് ഡോക്ടറും കൂമയും അവർ രണ്ടുപേരും പരസ്പരം സംസാരിക്കുന്ന ശബ്ദം കേട്ട് ജ്വല്ലറി പെണ്ണ് അവളും അവിടേക്ക് കടന്നു വരും. കൂമയാണെങ്കിൽ അങ്ങനെ ടേൺ ചെയ്യും. ഉടനെ ദൂരത്തായിട്ട് ജ്വല്ലറി പെണ്ണിനെ കണ്ട് അവൻ ഷോക്കായി താഴേക്ക് വീഴുകയാണ്. പക്ഷെ അവർ പറഞ്ഞ കാര്യങ്ങൾ അവൾ വ്യക്തമായി കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂമയാണെങ്കിൽ അവളെ സമാധാനിപ്പിക്കാനായിട്ട് നൈസായിട്ട് ഡൈവേർട്ട് ചെയ്ത് അവളെ കൺവിൻസ് ചെയ്ത് പറയും, ഇനി ഒരു 5 വർഷം കൂടെ കഴിഞ്ഞ് നിനക്ക് 10 വയസ്സാവുമ്പോൾ ഈ ഒരു അസുഖം അത് നിന്നെ പൂർണ്ണമായിട്ട് വിട്ടുമാറും. അത് കേട്ട് അവളും ഭയങ്കര ഹാപ്പി. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ദിവസങ്ങൾക്ക് ശേഷം അവരുടെ ഐലാൻഡിന്റെ ഒരു ഭാഗം അതങ്ങനെ കത്തി എരിയാണ്. ആ എൽഡേഴ്സ് ആണെങ്കിൽ ഓടി വന്ന് ഇപ്പൊ കൂമയോട് സഹായം ചോദിക്കും. ആ എൽഡേഴ്സ് പറയും, വർഷങ്ങൾക്ക് മുൻപ് ആ കിങ് ആൾ ഉപേക്ഷിച്ച തീരുമാനം അത് വീണ്ടും എടുത്തിരിക്കുകയാണ്. സൗത്ത് സൈഡ് മുഴുവനായിട്ടും ആൾ ഇല്ലാതാക്കാനായി അവിടെ മുഴുവൻ തീയിട്ടു. കൂമയ്ക്കാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവാണ്. അവൻ ഫുൾ ടെററായി ആ കിങ്ങിന്റെ പേര് അത് ഉച്ചത്തിൽ വിളിച്ച് മുൻപോട്ടേക്ക് പോകുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.